പോലീസ് നോട്ടീസ് തരാൻ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ എനിക്ക് നോട്ടീസ് തന്നില്ല. അവർ പറഞ്ഞു പക്ഷേ 2 മണിക്ക് ഹാജരാകാൻ കഴിയുമോ എന്നാണ് അവർ ചോദിച്ചത്. DYSP വന്നിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓടിയെത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തിക്കോളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് മറുപടി എന്നവർ പറഞ്ഞിട്ടില്ല, കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കത്തിന് കോപ്പിയാണ്. പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ കമൻറ്റ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആ കമൻറ്റുകളെ സംബന്ധിച്ച് സെറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കമൻറ്റുകളുണ്ട്. അതിപ്പോൾ അതും എന്ത് വേണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PC ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ആ വിഷയം കത്തിച്ച് നിർത്തണം. സ്വാഭാവികമായിട്ടും PC ജോർജിൻ്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ലൈവായിട്ട് നിർത്തണം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ ഏറെ സ്നേഹിച്ചിട്ടൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഈരാറ്റുപേട്ട CI, അത് ഈരാറ്റുപേട്ട CI ഓഫീസ് PC ജോർജ് ഉണ്ടാക്കിയതാണ്. PC ജോർജ് ഹാജരാകേണ്ട ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC ജോർജ് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം PC ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തിനാ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് PC ജോർജ് UDFിലുള്ള സമയത്ത് ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് PC ജോർജ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചൊരു സമൂഹം വഴിതെറ്റിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഈരാറ്റുപേട്ടയിലുള്ള എല്ലാവരും തീവ്രവാദികളെന്ന് ഒരിക്കലും PC ജോർജ് പറഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള സാന്നിധ്യമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിലുണ്ട് എന്ന് ഈരാറ്റുപേട്ടയെ സ്നേഹിക്കുന്ന ഈ നാടിന് 10-33 വർഷം ഈ നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്കിന്ന് നേടിയെടുത്തേ പറ്റുള്ളൂ. അത് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള സ്വാഭാവികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PC ജോർജിൻ്റെ സംസാര ശൈലി അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം സംസാരിക്കുന്ന പല കയ്യിൽ ഞാനൊരു കഴിഞ്ഞിട്ട് ഹമാസിൻ്റെ നേതാവിനെ കേരളത്തിൽ കൂടെ പ്രസംഗിച്ചവർക്കെതിരെ കേസില്ല. ഹമാസിൻ്റെ നേതാവിനെ ആനപ്പുള്ളത്ത് എഴുന്നള്ളിച്ചവർക്കെതിരെ കേസില്ല. എന്താണ് PC ജോർജ് എന്താണ് ഭരണകൂടം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് വ്യത്യാസം വരാൻ പോകുന്നത്? ഒരു കാര്യം തീർത്തു പറയാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ മതസ്പർദ്ധ വന്നിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഈ നിമിഷം വരെ എവിടെയെങ്കിലും അത് മതസ്പർദ്ധ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയും? ഒരിടത്തും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രവർത്തികളും ഏറെക്കുറെ കേരള ജനതയ്ക്കുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റ് എന്താണ്? ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്നും തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ പരാജയം പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ? പാലക്കാട് ഇത് സംഭവിച്ചു, ഇതിനു മുമ്പ് ഇത് സംഭവിച്ചു പൂഞ്ഞാറ്റിലാണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് തൊടുപുഴയിലാണ്. അപ്പോൾ വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം PC ജോർജ് തുടർന്ന് തന്നെ ചെയ്യും. അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പിന്നെ നിയമത്തെ നിയമപരമായി നേരിടും. പിന്നെ കോടതിയുടെ കമൻറ്റുകളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടിയായിട്ട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കും. മറുപടി അറിയിച്ചിട്ടില്ല. പോലീസ് മറുപടി അറിയിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞത് PC ജോർജ് നാട് വിട്ടോടാൻ കഴിയുന്ന ഒരാളാണോ? എങ്ങോട്ടേലും പോകാൻ കഴിയുന്ന ഒരാളാണോ? അദ്ദേഹത്തെ ഇതിനു മുമ്പ് നിയമത്തെ അനുസരിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലാ സ്റ്റേഷനിൽ അദ്ദേഹം ചെന്നത്. അപ്പോൾ PC ജോർജ് ഇവിടെ നാട് വിട്ട് പോകാൻ പറ്റുന്നതല്ല. പിന്നെ അദ്ദേഹത്തെ എവിടെയാണ്? അദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം. ഇത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പറഞ്ഞിട്ട് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. തീവ്രവാദ സംഘടന എന്നുള്ളത് തീവ്രവാദ സംഘടന എന്നല്ലാത്ത KCYM എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ. തീവ്രവാദ സംഘടനയെക്കുറിച്ച് ഒരേ പ്രാവശ്യം അല്ല, ഇനി 5 പ്രാവശ്യം പറയേണ്ടി വരും. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് PC ജോർജ് എന്നല്ല, അത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപ്രവർത്തന കടമയാണ്. എൻ്റെ നാട്ടിലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം കൂടുതൽ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എന്താണ്? അദ്ദേഹം 33 വർഷം ഈ നാടിനെ പ്രതികരിച്ചതാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ നാട്. ഇന്ന് ആ നാട് അവിടെ എത്തി നിൽക്കുന്നു എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ഞാൻ പറഞ്ഞില്ലേ, ഹമാസ് നേതാവിൻ്റെ പടം വെച്ചുകൊണ്ട് പ്രദർശനം നടത്തിയ നാടാണിത്. ഇവിടെ എന്താ ഇതിൻ്റെ അടിത്തറ? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സമൂഹത്തെ കൂടെ മോശമാക്കുന്ന പ്രവണതയാണ് ഇവിടെ ഉള്ളത്. അത് നെല്ലും പതിനും തിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് തന്നെ മുമ്പോട്ട് പോകും. അതിനൊരു സംശയം വേണ്ട.